പിന്നെ നിങ്ങൾ എന്തിനാ നിന്ന് തല്ലുകൊണ്ടത്? ഈ സിയെ രക്ഷപ്പെട്ട കാര്യം എനിക്ക് അടി കിട്ടിയതിന് ശേഷമല്ലേ ഞാൻ അറിയുന്നത്. എന്നിട്ട് ഗുണ്ടകളെല്ലാം പിടിച്ചോ? ആ, കുറച്ചു വരെ കിട്ടി. ആരാ ആശുപത്രി കൊണ്ടുപോയത്? പോലീസുകാര്. ആ, നല്ല കാര്യം. അയാൾക്ക് ഒരു മടിയില്ല. ആ കാര്യത്തിൽ നമുക്ക് മടിയില്ല കുട്ടേട്ടാ. അതെ, എത്ര റിസ്ക് എടുത്തായാലും മേനോനെ അവസാനിപ്പിച്ചേ പറ്റൂ. വാ കുട്ടേട്ടാ, പതുക്കെ പതുക്കെ. ഹലോ, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ ഇതുവരെ മര്യാദക്ക് ചെയ്തിട്ടില്ല. ആ അണ്ടർ കവർ ടീമിലുള്ളവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? അവരിന്ന് നമ്മുടെ ഗോഡൌൺ ആക്രമിച്ചു. തലനാരഴിക്ക ഞാൻ രക്ഷപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അവരെ ഇല്ലാതാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ മനസമാധാനത്തോടെ നമുക്കിവിടെ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഗോഡൌണിൽ കയറി ആക്രമിച്ച് നിങ്ങളെ കൊല്ലാൻ ധൈര്യം കാണിച്ചവരെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അവര് നിസ്സാരക്കാരല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? അവരാക്രമിക്കാൻ വന്നപ്പോഴെങ്കിലും അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തുവിടായിരുന്നോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു മനസ്സിൽ. നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചാലേ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കണ്ടെത്താൻ സാധിക്കൂ. ഞാൻ മാക്സിമം ശ്രമിക്കാം. ബാക്കിയുള്ള വിഗ്രഹങ്ങളെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി അയക്കണം. റഷ്യൻസുമായി ഡീൽ ഉറപ്പിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നത്. പറഞ്ഞ ഡേറ്റിന് 2 ദിവസം മുമ്പെങ്കിലും സാധനം എനിക്ക് അവിടെ എത്തിക്കണം. ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ. ഇവിടുന്ന് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെന്നും നല്ല തല്ല് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങള് പോലീസുകാരുടെ ജീവിതത്തിലെ ഇത്തരം സംഘടനകളൊക്കെ പതിവാണ്. ഓ, ഇത് അതിന്റെ ഒന്നും അല്ല. രാത്രി എവിടെന്നോ ഇരുട്ടടി കിട്ടിയതുപോലെ ഉണ്ട്. ഗിരിജ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി എന്ന് സംസാരിക്കും. ഒന്നാമത് കഴുത്തൊക്കെ പിടിച്ച് തിരിച്ചു വച്ചിരിക്കുകയാണ്. അല്ല ഗിരിജ, ഇങ്ങനെ ഉറപ്പിച്ച് പറയാ നീയാണ് എന്നെ ആളെ വിട്ട് അടിപ്പിച്ചത്. ആളെ വിട്ടത് ഞാനല്ലെങ്കിലും ഞാൻ പറഞ്ഞ സത്യാണെന്ന് മനസ്സിലായല്ലോ. ഇന്നലെ കുറച്ച് ഗുണ്ടുകളെ പിടിക്കാൻ മോളിൽ നിന്ന് പെട്ടെന്നൊരു ഓർഡർ വന്നു. ഓ, നമ്മളെ സൈഡിലെ ആള് കുറവായിരുന്നു. പിടിക്കാൻ ചെന്നപ്പോ ഗുണ്ടകളെല്ലാം കൂടി നമ്മളെ അങ്ങ് ആക്രമിച്ചു. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ അടിയായിരുന്നു. അല്ല, അടി തുടങ്ങിക്കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ വരുമല്ലോ. സ്വാഭാവികം. ആദ്യം അതിന്റെ ഇടയിൽ നമ്മളെ സിയെ ഒരുത്തം കുത്താൻ വന്നു. ഞാനാണെങ്കിൽ സിയെ രക്ഷിക്കാൻ വേണ്ടി അവനെ അങ്ങ് വട്ടം കയറ്റി അങ്ങ് പിടിച്ചു.
ആ സമയത്ത് കുറേ പേര് വന്ന് എന്നെ അങ്ങ് തല്ലി. അച്ചോ. പിന്നെ സിയെ രക്ഷിക്കാനുള്ള ആവേശത്തില് അപ്പോഴും വേദന ഒന്നും അറിഞ്ഞില്ല. പിന്നെ എന്നിട്ട് സിയെ രക്ഷപ്പെട്ടോ? അതല്ലേ രസം. അവൻ കത്തിയെടുത്തപ്പോഴേ സിയെ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ഹും. പിന്നെ നിങ്ങൾ എന്തിനാ നിന്ന് തല്ലുകൊണ്ടത്? ഈ സിയെ രക്ഷപ്പെട്ട കാര്യം എനിക്ക് അടി കിട്ടിയതിന് ശേഷമല്ലേ ഞാൻ അറിയുന്നത്. എന്നിട്ട് ഗുണ്ടകളെല്ലാം പിടിച്ചോ? ആ, കുറച്ചു വരെ കിട്ടി. ആരാ ആശുപത്രി കൊണ്ടുപോയത്? പോലീസുകാര്. ആ, നല്ല കാര്യം. അവസാനം സി എന്ന് പറഞ്ഞു. ഉം. പകയാ, നീ സുലൈമാനല്ല ഹനുമാനാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ സിയെ രക്ഷിച്ചതിന് ഗവൺമെന്റിൽ നിന്ന് അവാർഡ് മെഡലൊക്കെ തരുമല്ലോ. അമ്മ. ഞാനിതൊക്കെ പത്രത്തിലും ടിവിയിലെ വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കിട്ടുമ്പോ നേരിട്ടൊന്ന് കാണിക്കണേ. ഓ, അപ്പൊ ഞാൻ നുണ പറയുന്നെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ടാ തന്നെ അറിയില്ലേ നുണയാണെന്ന്. എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. 2 ഗുളിയും കഴിച്ചിട്ട് ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. ഓ, ആ, അതാ നല്ലത്. ആ. ഇങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടണം, എന്നാലേ ശരിയാവും. എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നാ? വായിന്ന് വരുന്ന വാക്കുകളും സംസാരങ്ങളും നിയന്ത്രിച്ച ശരീരത്തിലുള്ള എല്ലിന്റെ പല്ലിന്റെ എണ്ണ അതുപോലെ ഇരിക്കും. ആ, പോയി. അമ്മ, ഇനി പടി കയറണമല്ല ഭഗവാനെ. എന്തു പറ്റി? പിന്നെന്തിനാ ഇങ്ങനെ ഒറ്റക്കൊന്നിരിക്കുന്നത്? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ജയിക്കുന്നത് ആരായാലും അവർക്ക് ഒരു ഗിഫ്റ്റ്. മോൾക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്നോ? ഞാൻ ഗെയിമില് ജയിച്ച ധോനി മോളെന്നെ കെട്ടിപ്പിടിച്ച് ഒരു ചക്കരുമ്പ തന്നാ മതി. നമുക്ക് കളിക്കാം. വാ, ബോൾ എടുക്ക. വാ, ഇവിടെ ക്യാച്ച്. ഏയ്, ആ